നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പേളിമായുടെ സ്പെഷ്യൽ ഡിഷായ എഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ചെറുതാക്കി കഴിഞ്ഞ സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പാല്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പാല്. ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ. മുട്ടയിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക, പിന്നെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ആ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് കലങ്ങണ വരെ. അതിനുശേഷം അതിലേക്ക് പാലൊഴിക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ബീറ്ററൊന്നും എടുക്കണ്ട, കൈ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി. നോർമൽ ബീറ്റ് ഇത്തിരി ഒന്ന് സ്പീഡിലൊന്ന് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളൊരു പാൻ വെക്കുക, അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, പിന്നെ സവോളയും പച്ചമുളകും ഇടുക, ഒന്ന് വഴറ്റുക. ചെറിയൊരു വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വഴണ്ടി വരാനായിട്ട് നമ്മളെടുത്തുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി, മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ആ തക്കാളിയും കുഴഞ്ഞ് വരരുത്, ചെറുതായിട്ടൊന്ന് വാടി വരിക. ചെറുതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമണം മാറണ വരുന്ന വാടി വരിക, ഉടയരുത്. അതിനുശേഷം നമ്മൾ ഈ ഇത് മിക്സ് ഒന്ന് പരത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് എഗ്ഗ് ഒഴിക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൂപ്പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം, ചൂടോട് കൂടി കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു എൻ്റെ മോള് ഫുഡ് ഫെസ്റ്റിവലിന് പങ്കെടുത്തതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. ഹെൽത്തിയുമാണ്. കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ, ടേസ്റ്റായിട്ട് കഴിക്കും. പിസ്സ പോലെ തന്നെ കഴിക്കും അവർ.